ജോഷ്വാ ചുട്ടിപ്പാറച്ചന്റെ സംസ്കാര ശുശ്രൂഷയിൽ മദർ ആദ്രയുടെ പ്രസംഗം. ചുട്ടിപ്പാറവിള കുടുംബാംഗങ്ങളെ, പിഴിനാപ്പുറത്ത് കുടുംബാംഗങ്ങളെ, ഏറെ സ്നേഹത്തോടെ തുമ്പോണി അച്ഛനെന്നും അച്ഛനെന്നും ഒക്കെ നാം വിളിച്ചിരുന്ന, നമ്മെ സ്നേഹിച്ച പ്രിയ ബഹുമാനപ്പെട്ട ജോഷ്വാ ചുട്ടിപ്പാറയച്ചൻ തൻ്റെ നിത്യസമ്മാനത്തിനായി കർത്തൃസന്നിധിയിലേക്ക് യാത്രയാകുകയാണ്. 89 വർഷങ്ങൾ സഭയെയും സമൂഹത്തെയും ശുശ്രൂഷിച്ച് കടന്നു പോകുന്നു എന്നുള്ള വലിയ അഭിമാനമാണ് കുടുംബാംഗങ്ങളായ ഓരോരുത്തർക്കും ഉള്ളത്. 1964 സെപ്റ്റംബർ 8 പ്രിയ അച്ഛൻ വൈദിക പട്ടാഭിഷേകം സ്വീകരിച്ചത്. അഭിനന്ദനായ പോളികാർപ്പസ് പിതാവ് അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് അവിസ്മരണീയമായ ഒരുപാട് കാര്യങ്ങൾ വളരെ വികാരവായ്പോടെ സംസാരിക്കുകയുണ്ടായി. ഒരു വൈദികൻ എന്ന നിലയിൽ ദൈവത്തോട് ചേർന്ന് നിന്ന്, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയോട് ഏറെ സ്നേഹവും ആദരവും പുലർത്തി തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ ശ്രേഷ്ഠമായി കണ്ട് അതിന് വലിയ വില കൊടുത്ത് ജീവിച്ച ഒരു വന്യ പുരോഹിതനായിരുന്നു പ്രിയപ്പെട്ട അച്ഛൻ എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ എനിക്ക് സന്തോഷമുണ്ട്. വൈദികനാകുന്നതിന് മുൻപ് തന്നെ ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവിൻ്റെ ഓഫീസ് അസിസ്റ്റൻ്റായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തത്. ആ ഒരു കാലയളവിൽ ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനും ക്രാന്തദർശിയുമായ അഭിനന്ദനായ ധന്യനായ മറിവാനിയൂസ് പിതാവിൻ്റെ ജീവിതത്തിൻ്റെ സായാഹ്ന വേളകളിൽ പിതാവിനെ ശുശ്രൂഷിക്കുവാൻ ബഹുമാനപ്പെട്ട അച്ഛന് കഴിഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വൈദികനായ ശേഷം ഉപരിപഠനാർത്ഥം സ്വിറ്റ്സർലൻഡിലെ ഫ്രൈബൂർഗ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം ചേർന്നു. അതിനു മുമ്പായി മംഗലാപുരത്താണ് ഫിലോസഫി പഠനം പൂർത്തിയാക്കിയത്. ദൈവശാസ്ത്ര പഠനത്തിനായിട്ടാണ് സ്വിറ്റ്സർലൻഡിലേക്ക് അഭിനന്ദനായ ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് പിതാവ് ബഹുമാനപ്പെട്ട അച്ഛനെയും എഴുതിയത്ത് അച്ഛനെയും അയക്കുന്നത്. വളരെ നന്നായി തൻ്റെ പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് വന്നു. പിന്നീട് മറിവാനിയൂസ് കോളേജിൽ ഫ്രഞ്ച് അധ്യാപകനായി ജോലി ചെയ്തു. വീണ്ടും ഫ്രഞ്ച് ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പോടുകൂടി ഫ്രാൻസിലും ഒക്കെയായിട്ട് ഫ്രഞ്ച് പഠനം പൂർത്തിയാക്കി. അദ്ദേഹം നല്ലൊരു അധ്യാപകനായി മറിവാനിയൂസ് കോളേജിൽ സ്തുത്യർഹമാവിധം തൻ്റെ അധ്യാപന ശുശ്രൂഷ നിർവഹിച്ചു. അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരധ്യാപകൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു നല്ല മിഷണറി എന്നുള്ള ആ ഒരു ബഹുമതിയാണ് ഏറ്റവും ചേരുന്നത് എന്നെനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തിന് തെക്കുള്ള ഭാഗങ്ങളിൽ അദ്ദേഹം വിവിധ മിഷൻ ഇടവകളെന്ന് പറയാൻ പറ്റത്തില്ല, മിഷൻ കേന്ദ്രങ്ങളിൽ തൻ്റെ ശുശ്രൂഷ വളരെ അനുഗ്രഹമായി ഭംഗിയായിട്ട് നിർവഹിച്ചു എന്ന് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ തന്നെ മിഷൻ പ്രവർത്തനം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പെഴുമ്പതിരു, വണ്ടന്നൂർ,
അതിന് പരിസരത്ത് നെയ്യാറ്റിൻകര വിവിധ സ്ഥലങ്ങളിൽ ധനുവച്ചുവരം തുടങ്ങിയ ഇടവകകളിൽ ഇന്നതൊക്കെ ഇടവകയായിട്ട് പരിണമിച്ചെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് അധ്വാനവും പ്രാർത്ഥനയും സ്നേഹവും ത്യാഗവും ഒക്കെ അദ്ദേഹം അനുഭവിച്ചു എന്നുള്ളത് ഞങ്ങളൊക്കെ കണ്ടു വളർന്ന കേട്ടറിഞ്ഞ കാര്യങ്ങളാണ്. മിഷൻ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് അച്ഛൻ വണ്ടന്നൂര് ആ ഒരു സ്ഥലത്തിൻ്റെ ഉന്നമനത്തിന് ഒരു വിദ്യാഭ്യാസ കേന്ദ്രം ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവിടെ നല്ലൊരു വിദ്യാഭ്യാസ കേന്ദ്രം സ്ഥാപിച്ച് ഒരു നല്ല സ്കൂളായിട്ട് ഇന്നത് വളർന്നു വന്നിട്ടുണ്ട്. മിഷൻ ഏരിയയിൽ പാവപ്പെട്ട ആളുകളുടെ ഇടയിലേക്കാണ് അദ്ദേഹം എപ്പോഴും കടന്നു വന്നിട്ടുള്ളത്. ഒരുപാട് പേർക്ക് ഭവനം വെച്ചു കൊടുത്തും അതുപോലെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പഠന സഹായം നൽകിയും ഭവനമില്ലാത്തവർക്ക് പ്രത്യേകമായ സാഹചര്യങ്ങളും സഹായങ്ങളും ഒക്കെ നൽകിയും ഒക്കെ അദ്ദേഹം തൻ്റെ പ്രേക്ഷിത ശുശ്രൂഷ പൂർത്തിയാക്കി. ഏറ്റവും നല്ലൊരു മിഷണറി എന്ന നിലയിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകിയ വലിയ മാതൃകയുണ്ട്, വലിയ പാഠങ്ങളുണ്ട്. അത് കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ ഞങ്ങളോട് പങ്കുവച്ചിട്ടുണ്ട്. എല്ലാം സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. ഞങ്ങളുടെ പ്രത്യേകിച്ച് അച്ഛൻ്റെ അമ്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ മാവിയാണ്. അമ്മ വീട്ടിൽ വരുമ്പോൾ പ്രത്യേകിച്ച് വല്യപ്പച്ചനും വല്യമ്മച്ചിയും ഒക്കെ ഉണ്ടായിരുന്ന കാലയളവിൽ ആണ് മിക്കവാറും അച്ഛന് ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിലേക്ക് വരുമായിരുന്നത്. വരുമ്പോൾ ഞങ്ങളെയൊക്കെ അടുത്തിരുത്തി എന്തെങ്കിലും പുസ്തകം പഠിച്ചുകൊണ്ടിരുന്ന പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വരാൻ പറയും. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരധ്യാപകൻ്റെ ആ ശുശ്രൂഷ കുടുംബങ്ങളിൽ വന്ന് നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ചെറുപ്പകാലത്ത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു പ്രാവശ്യം വേറൊരാവശ്യത്തിന് പോകാനിടയായപ്പോൾ അന്ന് സ്കൂട്ടറിലൊക്കെ ഇരുത്തി തിരുവനന്തപുരം എല്ലാം കൊണ്ട് കാണിച്ചത് ഇപ്പോഴും പറയാറുണ്ട്, സിസ്റ്റേഴ്സിനോടൊക്കെ പറയും. അപ്പം അങ്ങനെ ഒരുപാട് സ്നേഹവും കരുതലും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുകയാണ്. കുടുംബാംഗങ്ങളായി പ്രിയപ്പെട്ട സിസ്റ്റേഴ്സും അച്ഛന്മാരും ഒക്കെ ഉള്ളത് അവർ സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് തങ്ങളുടെ ജീവിതം കൊടുത്തവരാണ്. ഏറെ സ്നേഹത്തോടെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛനപ്പച്ചനെന്ന് ഞങ്ങൾ വിളിക്കാറുള്ള ജോണച്ചൻ്റെ ആ ജീവിത മാതൃകയും സഭയോടുള്ള സ്നേഹവും ഒക്കെയാണ് അനേകം പേരെ ഈ മലങ്കര കത്തോലിക്ക സഭയുടെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ച് ആക്കിയിരിക്കുന്നത് എന്നുള്ളത് ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. അച്ഛൻ്റെ അമ്മയുടെ അനുജിത്തിയുടെ മകള് സിസ്റ്റർ കീർത്തന ഇവിടെയുണ്ട്, സിസ്റ്റർ ഫ്ലോറ ഇവിടെയുണ്ട്, സിസ്റ്റർ പൂജിതയുണ്ട്, ജോബിയച്ഛനുണ്ട്, മറ്റെല്ലാവരും. ഞങ്ങൾക്കൊരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ലെങ്കിലും കൂടെ ഇരുന്നും പ്രാർത്ഥിച്ചും ബലപ്പെടുത്തിയും ജീവിതങ്ങളെ ശക്തീകരിക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഏറെ നന്ദിയോടെ ദൈവസന്നിധിയിൽ അനുസ്മരിക്കുകയാണ്. ഞാൻ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ട രൂപതയിലേക്ക് അദ്ദേഹം കടന്നു വരുമ്പോൾ ഒരു പ്രയാധിക്യം ആയ ഒരു കാലയളവായിരുന്നു. അതിനുശേഷം രോഗാവസ്ഥയിലേക്ക് കടക്കുമ്പോൾ അച്ഛനത്താണിയായിരുന്നത് പ്രത്യേകിച്ച് കുമ്പഴയുള്ള നമ്മുടെ ക്ലർജി ഹോമും അവിടെയുള്ള നമ്മുടെ സിസ്റ്റേഴ്സും അതിൻ്റെ ഡയറക്ടർ അച്ഛന്മാരായിരുന്നവരുമാണ്. ഇന്ന് തയ്യിലച്ഛനാണ് അതിൻ്റെ ഡയറക്ടർ. അവരുടെ സ്നേഹമസൃണമായ ശുശ്രൂഷ അതിന് കുടുംബം ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു എന്നുകൂടി ഞാൻ ഇത്തരുണത്തിൽ ഓർക്കുകയാണ്. അതിലുപരിയായിട്ട് പത്തനംതിട്ട രൂപതാധ്യക്ഷൻ അഭിനന്ദനായ സാമുവൽ മേയർ ഐറീനിയസ് പിതാവും അച്ഛനും തമ്മിലുള്ള ആത്മബന്ധം ഞങ്ങളോട് അച്ഛൻ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പിതാവിൻ്റെ വലിയ സ്നേഹവും കരുതലും പ്രിയപ്പെട്ട അച്ഛൻ അനുഭവിച്ചു. അതുപോലെ തന്നെ നമുക്കൊക്കെ കാണാവുന്നതുപോലെ നമ്മുടെ പത്തനംതിട്ട രൂപതയിലെ ബഹുമാന്യരായ വൈദികർ അവരാണ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും ഈ നിമിഷം വരെയും അച്ഛൻ്റെ
കൂടെ നടക്കുന്നവർ, കൂടെ സഞ്ചരിച്ചവർ, എല്ലാം ചെയ്തു കൊടുക്കുന്നവർ. മോൺസിഞ്ഞോർ അച്ഛനെ, വികാരി ജനറൽ അച്ഛൻ ഷിബു അച്ഛനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഓർക്കുകയാണ്. അതുപോലെ അച്ഛൻ്റെ ഈ ഒരു ഫ്യൂണറൽ റൈറ്റിന് വേണ്ട പ്രാർത്ഥനയോടെ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയപ്പെട്ട പോളച്ചനെയും തൈലച്ചനെയും കൂടെയുള്ള എല്ലാ വൈദികരെയും ഏറെ സ്നേഹത്തോടെ ഞാൻ അനുസ്മരിക്കുകയാണ്. നിങ്ങളുടെ ആ സ്നേഹത്തിന്, കരുതലിന് തമ്പുരാൻ പ്രതിഫലം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയാലും ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ഏറെ സ്നേഹത്തോടെ നിർവഹിക്കുന്നു. അച്ഛനെയും നന്ദിയോടെ ഓർക്കുന്നു. കുടുംബാംഗങ്ങളായി ഇവിടെ ആയിരിക്കുന്ന ജോർജ് കുട്ടിച്ചാനെയും കുടുംബത്തെയും പ്രത്യേകമായി ഓർക്കുന്നു. എൻ്റെ മനസ്സിലെപ്പോഴും ഉള്ളത് ഇടയ്ക്കിടയ്ക്ക് ജോർജ് കുട്ടിച്ചാൻ ചാലക്കുടിയിൽ നിന്ന് വരികയും പോവുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകളാണ്. ആ കുടുംബം നൽകിയ സപ്പോർട്ടാണ്. അവരെയൊക്കെ ഡോക്ടർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ സുജു അധ്യാപകനാണ്. മറിവാനിയസ് കോളേജിൽ അച്ഛൻ്റെ പിൻഗാമിയായിട്ട് ഇന്ന് കുടുംബത്തിൽ നിന്ന് ആയിരിക്കുന്ന പ്രിയപ്പെട്ട സുജു ചുട്ടിപ്പാറയെയും പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു, ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ദൈവത്തോട് ചേർന്ന് നിന്ന് അനുഗ്രഹീതമായ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റവും ശ്രേഷ്ഠമായി നിർവഹിച്ച് സഭയെയും തൻ്റെ ചുറ്റുപാടുകളെയും സ്നേഹിച്ച് ചെയ്യാവുന്ന നന്മകളൊക്കെ ചെയ്ത് ശാന്തമായി സമാധാനമായി കർത്തൃസന്നിധിയിലേക്ക് യാത്രയാകുമ്പോൾ കുടുംബാംഗം എന്ന നിലയിൽ ഹൃദയപൂർവ്വം അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഞാൻ ആദരവുകൾ അർപ്പിക്കുകയാണ്. അതിലുപരിയായിട്ട് ബഥനി സന്യാസിനി സമൂഹത്തിൻ്റെ സുപ്പീരിയർ ജനറൽ എന്ന നിലയിൽ സമൂഹത്തിലെ എല്ലാ അംഗങ്ങളുടെയും ആദരവുകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹത്തോടെ ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ